ഹായ് ഗൈസ്, സമയം 6:30 നമ്മൾ ആക്ച്വലി ഇന്ന് ഞാൻ ഭയങ്കര എനർജറ്റിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം, ഓൾമോസ്റ്റ് കുറേ മന്ത്സിന് ശേഷം നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണത്. ലൈക്ക് എന്താ പറയുക, ഹില്ലാണത്. സോ എല്ലാവരും നന്നായി റെഡി ആയിട്ട് കുറേ കാലത്തിന് ശേഷമുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ ഞാൻ ആൾക്കാരെ കണ്ടു, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഗൈസ്. ഹായ്, സിനിമാറ്റിക് വ്യൂ കൊണ്ട് ബാക്ക് കിട്ടത്തില്ല. ഓക്കെ, പറ ഇനി അവരുടെ എക്സൈറ്റ്മെന്റ് കൂടെ ചോദിക്കാം. എക്സൈറ്റഡ് ആണ്. എന്തിനാണ് എക്സൈറ്റഡ്? എവിടെങ്കിലൊക്കെ പോകുന്നു. അതാ, അപ്പൊ നമുക്ക് എക്സൈറ്റ്മെന്റോട് കൂടി പോവാം. നമ്മളിപ്പോ വെറുതെ നടക്കുകയാണ്. അപ്പൊ പോവാ. കാണുന്നില്ല. ഓക്കെ, ബൈ. ട്രെൻഡിങ് ആൾക്കാരെ കാണിച്ചു തരാം. ട്രെൻഡിങ് ആൾക്കാർ. വാവ്, എവിടെ നിന്നാണ് സ്റ്റൈൽ ചെയ്തത്? ആക്ച്വലി മെട്രോ വരെ നടക്കണം. നമ്മുടെ ദേശീയ വാഹനമായ മെട്രോയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇത്രയും നേരം എന്നെ കണ്ടില്ലേ? ഓക്കെ, മെട്രോയിലൂടെയാണ് പോകുന്നത്. ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ നടക്കാൻ. പക്ഷെ രാവിലെ വണ്ടിയില്ല. സോ ഓക്കെ സോ എക്സൈറ്റഡ്. എന്നിട്ടാണ് കാണുന്നവരുടെ ദിവസം കൂടെ അങ്ങ് പോകും. നമ്മളിപ്പോ ശിവാജി നഗറിലാണ്. ശിവാജി നഗറിൽ സിവിൽ കോർട്ട് വഴി TMC വഴി നമ്മുടെ സ്പോട്ടിലെത്താൻ ഐഡിയൽ കോളനിയില്ല. പിന്നെ കച്ചറ വെള്ളമാണ് കണ്ടോ? ഇതാണ് ഇവിടുത്തെ. അയ്യോ, പണ്ട് നമ്മളെ കവിച്ച് പോവാണ് ഗൈസ്. അയ്യോ, എത്തി നത്തിങ് ടു വറി. എത്തി. ഓക്കെ, എന്താ 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 കിണ്ണം വ്യൂ അടി. അങ്ങോട്ട് ബിൽഡിങ് സ്നോയിൽ പൊതിഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്ക് കാണാം സ്നോ അല്ല, മേഘം. എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ലിഫ്റ്റ് പോവാ. നമ്മളങ്ങനെ ഐഡിയൽ കോളനിയോട് വിട പറയുകയാണ്. സോ വാവ്, കേറിപ്പോ. എന്താ വാവ്, നിക്ക് വീഡിയോ ഇല്ല, ഫോട്ടോ ഉണ്ട് ചിരി. എന്താണ് ഇങ്ങനത്തെ മ്യൂസിക് ഒക്കെ? കമോൺ ദർവാസ ഗോലോ. ഹായ്, നമ്മൾ ലോകം കണ്ടു. ആരുടെ ഇതൊക്കെ? ഐഡിയൽ കോളനി. ഇനി നമ്മൾ എങ്ങനെ പോവുക? ചെറുതായിട്ട് പണിപാളിയും തോന്നുന്നു. ഹില്ലിൽ പോകുമ്പോഴത്തേക്കും മഴ പെയ്യും. സ്മൈലിംഗ് പെയിൻ ആണോ? പെട്ടിരിക്കാൻ കുറെ പട്ടികൾ. നമ്മൾ ആക്ച്വലി ഏതൊരു റാംബ കോളനിയിൽ. ഓക്കെ, ഒരു വടിയുടെ ലംബ പരിപാടി. ആക്ച്വലി ഒരു ഓട്ടോയിൽ കയറി മൊത്തം പ്രോബ്ലമായി. കാരണം ഓട്ടോക്കാരനും വഴി അറിഞ്ഞൂടെ, നമുക്കും വഴി അറിഞ്ഞൂടെ, ഭാഷ അറിഞ്ഞൂടെ, ഭയങ്കര പ്രോബ്ലമായി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ വേറെ സ്ഥലത്ത് എത്തി. അപ്പം എത്തിയപ്പോൾ മെയിൻ ഗേറ്റ് അല്ല, മെയിൻ ഗേറ്റിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ട്രക്കിങ് ചെയ്യണം, അത്ര 10 മിനിറ്റ്. സോ നമ്മൾ അറിയാതെ നമ്മൾ ട്രക്ക് ചെയ്യുക. സോ പോ റെഡിയല്ലേ കയറാൻ? ഓക്കെ, നമ്മുടെ ഫ്രണ്ട് സിംബ ഇതാരാടിയിട്ടുണ്ടോ ഉദർജ. സോ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാര്? സോ ഹായ് സിംബ. ഹായ് മോനു. മോനു അല്ല മോമു. ഭാഷ അറിയില്ല, സ്ഥലം അറിയില്ല, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഭാഷ അറിയാത്തൊരു രാജ്യത്ത്. മെയിൻ ഗേറ്റ് എത്തി. മെയിൻ ഗേറ്റ് എത്തി. ഐ ആം ഗോയിങ് ടു ഷോ യു ദ റിയൽ പ്ലേസ്. ഓക്കെ, ആൻഡ് അറ്റ് ലാസ്റ്റ് വി ആർ ഹിയർ അറ്റ് അരായി ഹിൽസ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കൊള്ളാം. ഇപ്പോഴാണ് ജനങ്ങളെ കാണുന്നത്. ഇതാണ് അപ്പോൾ എൻട്രൻസ് അരായി ഹിൽസിൻ്റെ. ഇതിലൂടെ പോയിട്ടാണ് നമ്മൾ വേറൊരു ഹില്ലിലേക്ക് കയറുന്നത്, വേത്തൽ തേക്കടി എന്ന് പറഞ്ഞ ഹില്ല്. അപ്പോൾ 2 ഹില്ലും അറ്റ് എ ടൈം നമ്മൾ ക്രോസ് ചെയ്യും. ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് ട്രക്കിംഗ് ആയിരുന്നു. പക്ഷെ അവർ വേറെ വഴിയിലൂടെയാണ് വന്നത്. അപ്പം നീ പോയി കൊത്തി, നമുക്ക് നിന്റെ സേവനം നിനക്ക് ഞങ്ങളൊരു കോളർ ഇട്ടായിരുന്നു. അരായി ഹിൽസ് ആക്ച്വലി പൂനെ കോളേജിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഹില്ലാണ്. ഈ പറയുന്നവരെ വലിയൊരു ഹില്ലോ ഒരു വലിയ ട്രക്കിങ്ങോ എക്സ്പെക്റ്റ് ചെയ്ത് ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ഇത് ആൾക്കാർ മോർണിംഗ് വാക്കിനായാലും ജസ്റ്റ് ഒരു മൈൻഡ് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ പൂനെ സിറ്റീൻ്റെ ക്രൗഡിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ അവർക്ക് കുറച്ച് റീഫ്രഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. പിന്നെ ഇത് MIT എന്ന് പറഞ്ഞ കോളേജിൻ്റെ അടുത്തായിട്ടാണ് വരിക. ഒരു ചെറിയ 10-15 മിനിറ്റുള്ള ഒരു ട്രക്കിങ്ങും, ആ ട്രക്കിങ് കഴിഞ്ഞ് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഇവിടത്തേക്ക് വരാൻ പറ്റുന്നതാണ്. മോർണിംഗ് ടൈമിലൊക്കെ വന്നാൽ വളരെ നല്ല രസമായിരിക്കും. ഉച്ച ടൈമിനെക്കാട്ടി എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ, ഇപ്പോഴത്തെ പൂനെ ക്ലൈമറ്റിൽ ഇറ്റ്സ് ഓക്കെ ടു കം ഉച്ചയ്ക്ക് ശേഷമായാലും. ബട്ട് മോർണിംഗ് ഒരു 6 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങിയ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തും. ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് എത്തും. കുറച്ച് നേച്ചറൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് 4 പേരും നന്നായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ആയിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. കുറച്ച് നാളായി നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയിട്ട്, ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ, മഹാരാഷ്ട്രേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ. മൺസൂൺ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ഫുൾ ട്രക്കിങ് കാര്യങ്ങൾ, ഫുൾ നേച്ചർ ഓണാവും തന്നെ പറയാം. ഇവിടെ മാത്രമല്ല, ഇതൊരു ചെറിയ സ്ഥലം മാത്രമാണ്. ഒരുപാട് ഗട്ട്സ്, ഒരുപാട് ഫോർട്ട്സ് ഒക്കെ ഉള്ള ഒരുപാട് ഇതുപോലെയുള്ള ട്രക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ള, ട്രക്കിംഗ് ബുക്കിംഗ് ഒക്കെ നടക്കുന്ന ക്രൗഡഡ് ആയിട്ടുള്ള ടൈമാണിത്. അപ്പോൾ ഈ സമയമാണ് മഹാരാഷ്ട്ര മൊത്തത്തിൽ ഓണാവുന്നത്. ഗേൾസ് ആക്ച്വലി ഇങ്ങോട്ട് കുഴി, ഇവിടെ കര. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പിന്നെ കുട്ടേട്ടൻ രാജിവെച്ച് നമ്മൾ പാട്ടൊക്കെ വെച്ച് ഫുൾ ചിൽ മൈൻഡിലാണ് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തത്. പക്ഷെ ആ പാട്ടൊന്നും ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആരും കേൾപ്പിക്കാനോ നമ്മൾ എൻജോയ് ചെയ്ത ആ മൂഡൊന്നും നിങ്ങളെ അറിയിക്കാനോ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. ബട്ട് ദാറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് എൻജോയ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. കൊള്ളായിരുന്നു, ഓൾ ടുഗെദർ കൊള്ളായിരുന്നു. ഹിൽസിൻ്റെ താഴെ എത്തി. സോ താഴത്തെ വ്യൂ ആക്ച്വലി അവരാണ് നമുക്ക് ഇപ്പം കിട്ടിയ ഫ്രണ്ട്സാണ്, ദേവിക ആൻഡ് കാവ്യ. എവിടെ ഒരാള് കുട്ടികളി മാറാത്ത കുട്ടികളുടെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ 2-3 ചെറിയ കുട്ടികൾ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, കല്ലൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇവർക്കും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഇതൊക്കെ ചെയ്യണം. ഞാൻ പിന്നെ മെച്യൂർഡ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, അവർ എൻജോയ് ചെയ്യുക. നന്നായിരുന്നു. ആരാണ് ഫസ്റ്റ് ആവുമെന്ന് നോക്കിയിട്ട് ഭയങ്കര കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു അവിടെ.
ചിന്താലുവായ ഞാൻ അവിടെ ഇരിക്കുന്നു പട്ടീനെ നോക്കിക്കൊണ്ട്. അവർ വീണ്ടും കളി തുടർന്നുകൊണ്ടേയിരുന്നു ഒത്തിരി നേരം. പിന്നെ ഒരു മഴ വരേണ്ടി വന്നു അവർക്കൊന്ന് പിന്മാറാൻ അതിൽ നിന്ന്. എല്ലാവരും അങ്ങനെയാണല്ലേ, ഇതിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാവരും കുട്ടിയാവുമല്ലോ. കുട്ടിയാവാൻ ആർക്കും ഇഷ്ടമല്ലാത്ത മഴ. അപ്പോൾ മഴയൊക്കെ പെയ്ത് അരൈ ഹിൽസിനോട് യാത്ര പറയേണ്ട സമയമായി. ഇതൊരു തുടക്കം മാത്രം എന്ന് പറയാം. ലൈക്ക് ഇനിയും നമ്മൾ വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് ഇവിടെ തന്നെ, കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ കുടയൊക്കെ ചൂടി നമ്മളിതേ തിരിച്ച് പോവാണ്. തിരിച്ച് പോകുന്നത് ആക്ച്വലി കയറിയതിലേക്കൂടെ അല്ല ഇറങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഒരു ഹില്ലിലൂടെയാണ് ഇറങ്ങുന്നത്. സോ വേദാൽ തേക്കടിയും കൂടെ കവറപ്പ് ചെയ്ത് അതിലൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്ത് രസമാണ് എല്ലാം കാണാനായിട്ടെന്ന്. സോ അങ്ങനെ ചില ചിത്രങ്ങളൊക്കെ പകർത്തി ചില വീഡിയോസൊക്കെ എടുത്ത് നമ്മളിത് ഇറങ്ങി പോവാണ്. നമ്മുടെ ഇന്നത്തെ മിനി ട്രക്കിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ആക്ച്വലി കുറച്ച് ഡൗൺ ഹില്ലിലേക്ക് താഴോട്ട് പോകുന്നതൊക്കെ എടുക്കാൻ പോയായിരുന്നു. പക്ഷേ സംഭവം എന്ത് സംഭവിച്ചു, എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വേറെ വഴിയിലും എത്തിയെന്ന് തോന്നുന്നു. സോ നമ്മൾ ആക്ച്വലി രണ്ട് ഹില്ല് കംപ്ലീറ്റ് ചെയ്ത്. ഒന്നേതാ ഒന്ന് മറ്റേ അരായ് ഹില്ലും വേദൽ തേക്കടിയും രണ്ടും കവറപ്പ് ചെയ്തു. ഡൗൺ ഹില്ലിലേക്കൂടെ പോയപ്പോൾ വേദൽ തേക്കടിയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് വേറൊരു നഗരത്തിലെത്തി. പിന്നെ നമ്മൾ മലയാളിയുടെ കടയൊക്കെ കണ്ട് അവിടുന്ന് ഒരു സിംഗർ ബർഗറും പിന്നെ ഷവർമയൊക്കെ അടിച്ച് കഴിഞ്ഞു അല്ലേ? അത്രയൊക്കെ തന്നെ. ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും തംസപ്പിൻ്റെ ആളാണ്. ഇതാണ് അപ്പം അത്രേ ഉള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ നമുക്ക് മോട്ടിവേഷൻ ഇതൊക്കെ എന്തിനാ ഇവിടെ ഓക്കെ ഗൈസ് ബൈ. അത്രേ ഉള്ളൂ. ബൈ.